ഹോട്ടൽ പണിമുടക്കിൽ വിശക്കുന്നവർക്ക് തുണയായി വിശപ്പ് രഹിത കേരളം പദ്ധതി. ഭക്ഷണം കിട്ടാതെ വലഞ്ഞ നിരവധി ആളുകൾക്കാണ് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം നൽകിയത്. ഹോട്ടൽ പണിമുടക്കിൽ ഭക്ഷണം ലഭിക്കാതെ വലഞ്ഞവർക്ക് ആശ്വാസമായി തെരുവിന്റെ മക്കൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിശപ്പ് രഹിത കേരളം പദ്ധതി അനുഗ്രഹമായി. സാധാരണ പ്രഭാത ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്ന ട്രസ്റ്റ് പണിമുടക്ക് ദിവസം രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം വിതരണം ചെയ്തു. പാളയം റെയിൽവേ സ്റ്റേഷൻ പരിസരം, KSRTC പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭക്ഷണ വിതരണം നടന്നത്. വീടുകളിൽ നിന്നും പുറപ്പെടുമ്പോൾ ഒരാൾക്കുള്ള ആഹാരമെങ്കിലും കരുതിയാൽ അതൊരു വലിയ പുണ്യകർമ്മമായിരിക്കുമെന്ന് അറിയിച്ചതിനാൽ ധാരാളം പേർ ഭക്ഷണവുമായി എത്തുകയായിരുന്നു. 1/4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിൽ ഫൗണ്ടർ സലീം വട്ടക്കിണറിന്റെ നേതൃത്വത്തിലാണ് അന്നദാനം തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡിഫൻസ് ലാൻഡ് ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഓൾ ഇന്ത്യ ഓപ്പൺ ക്യോകുഷിൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് IKO മാറ്റ്സുഷിമ കപ്പ് 2026 സംഘടിപ്പിക്കുന്നു. മെയ് 17 ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ദേശീയ തലത്തിലുള്ള കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മെയ് 17 കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. കേരളം, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 600ഓളം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ടൂർണമെന്റിൽ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ വിജയിക്കുന്ന താരത്തിന് ടൈറ്റിൽ ബെൽറ്റ് എന്ന വിശിഷ്ട ബഹുമതി നൽകും. IKO മാറ്റ്സുഷിമ കപ്പിലൂടെയാണ് ഇന്ത്യൻ കരാട്ടെ മത്സര ചരിത്രത്തിൽ ആദ്യമായി ഈ രീതിയിലുള്ള ടൈറ്റിൽ ബെൽറ്റ് അവതരിപ്പിക്കുന്നതെന്ന് IKO ബ്രാഞ്ച് ചീഫ് ഇന്ത്യ സെൻസൈ സാജ് നാലകത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും